ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായ വിവിധ പൂജകൾ ഭക്തിദായകമായി തീർന്നു. നൂറുകണക്കിന് ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോട് അനുബന്ധിച്ച് വ്യത്യസ്ത പൂജകൾ നടക്കുന്നത് ഭക്തർക്ക് അനുഗ്രഹദായകമായി മാറുന്നു. ഓരോ ദിവസത്തെ പ്രത്യേകതയും ഓരോ നാളുകാർ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. അത് അനുസരിച്ചുള്ള പൂജകളാണ് സപ്താഹവേദിയിൽ ഓരോ ദിവസവും നടക്കുന്നത്. ഭക്തർ അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഓരോ ദിവസത്തെയും പൂജകൾക്ക് ആവശ്യമായ വഴിപാടായി സമർപ്പിക്കുകയാണ് പതിവ്. സജു ശ്രീധർ കാഞ്ഞൂർ യജ്ഞ ആചാര്യനും ബ്രഹ്മശ്രീ അനൂപ് ശർമ്മ യജ്ഞഹോതാവും അനിൽ പട്ടാഴി, സന്തോഷ് നാരങ്ങാനും, നിതിൻ പത്തനാവൂരും എന്നിവർ യജ്ഞ പൗരാണികരുമായ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്നത്. നമ്മള് പാരായണം ആരംഭിക്കാൻ പോവുകയാണ്. ഭഗവാൻകൾ ഋണമുക്തി എന്ന് പറയുന്ന അർച്ചനയ്ക്ക് പ്രാധാന്യമുണ്ട്. സന്താനഗോപാല മന്ത്രാർച്ചനയ്ക്ക് പ്രാധാന്യമുണ്ട്. അവൽക്കിഴി സമർപ്പിക്കാനുള്ളവര് അവൽക്കിഴി വാങ്ങി ഭഗവാന്റെ അരിയിലേക്ക് സമർപ്പിക്കാം. ഈ കുചേലുപാഖ്യാനം കഴിയുമ്പോൾ അവല് പറ സമർപ്പിക്കാം. വലുതായിട്ട് ശാസ്ത്രങ്ങളെ മനസ്സാ വിഹിതമായി വിശദമായ സർവ്വ പോലെ സർവശാസ്ത്ര ചെയ്യുന്ന ഒരുപാട് പദത്തെ പരമാനന്ദായിട്ടുള്ള വിദ്വാന മഹാഭഗവാൻ വേദപ്പെട്ട ഹൃദയങ്ങളുടെ ക്രീഡാശനയാത്രകളും പഠിച്ചോട് കൂടി ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് അവനായി സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ പോലും അങ്ങനെ കഫോദത്തെ ഭക്തനായി നിത്യമെന്ന നിത്യമെന്ന കൊതി കൊണ്ടെന്ന് പ്രസവിച്ചത്